ഏറെ നാൾക്ക് ശേഷം നമുക്ക് ഇതൊരു വോട്ടൈലിനിടെ കണ്ടാലോ. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ പൂരിയും കടലക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഒരു 3 എടുത്ത് തിന്നായിരുന്നെങ്കിൽ പിന്നെ വിശന്നാലോന്ന് പേടിച്ചിട്ട് മാത്രം 2 കൂടെ എടുത്തു തിന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. മഴയില്ലാത്ത മഴക്കാലമാണ്. തണുത്ത എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. അതുകൂടെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ച് കഴിഞ്ഞപ്പോൾ വീട് എടുക്കുന്ന കാര്യം ഓർത്തത്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പൊട്ടിച്ച് തേങ്ങയിൽ വെള്ളം കളയേണ്ടല്ലെന്ന് കരുതിയോണ്ട് മാത്രമേ ഞാൻ ആ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം വളരെ ലളിതമാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും പയറും അച്ചാറും മോര് കറിയായിരുന്നു. കുറെ നാൾക്ക് ശേഷം കഞ്ഞി കുടിക്കുന്നതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 4 മണി വരെ സമയമുള്ളതുകൊണ്ട് വെറുതെ ഇരിക്കണമെന്ന് കരുതിയോണ്ട് മാത്രം ഒരു പേരയ്ക്ക് ഒരു മാങ്ങ എടുത്ത് പിന്നെ തിന്ന സാധനം ദഹിക്കാൻ വേണ്ടി വീണ്ടും ഒരു 2 റൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒക്കാത്ത പണി 1.5 ടാപ്പ് കൊണ്ട് പോയിട്ട് മുളക് വെച്ച് ഉണ്ടാക്കി അതേ കൈവച്ചിന്റെ കണ്ണിലും തൊട്ട്. ഇതിലും വലിയ മൊണ്ണ സ്വപ്നങ്ങളെ മാത്രം ഞാൻ ഉണ്ടാക്കിയോണ്ട് ആദ്യം തന്നെ 5 എടുത്തിട്ടാണ് ഞാൻ ഇരുന്നത്. പിന്നെ വിശന്നപ്പോൾ ഞാൻ പിന്നെ ഒരു 5 പോയി എടുത്തു. കണ്ണ് നീറാതിരിക്കുക, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഫുഡ് മുക്കിമിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിച്ചിട്ട് ഒരു ഗ്ലാസ് കട്ടനും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പാവം വെച്ചിട്ട് കണ്ണൊക്കെ നീറി പോയല്ലെന്ന് കരുതിയിട്ട് അമ്മ ഈ ക്രീം ലേസ് ഉണ്ടാക്കി തന്നായിരുന്നു. സംഭവം ഞാൻ ഇൻസിൽ കുറെ വട്ടം കണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ അതുകൂടെ കഴിച്ചു. പിന്നെ രാത്രി കിടന്നപ്പോൾ വിശന്നാലോന്ന് കരുതിയോണ്ട് മാത്രം ഒരു ചപ്പാത്തി സോസേജ് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോമ്പിനേഷൻ ആർക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇനി ഇന്നത്തെ കലാപരിപാടിക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ആയിട്ട് ലെമൺ ടീ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര ബൈ.